ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു കഥ കേട്ടാലോ? ചെറിയ വിത്തിന്റെ വലിയ വിജയം. ഒരു വലിയ കാടിനരികിലെ ചെറിയ ഗ്രാമത്തിൽ കിരൺ എന്നൊരു ബാലനുണ്ടായിരുന്നു. ഒരു ദിവസം സ്കൂളിൽ അധ്യാപകൻ കുട്ടികൾക്ക് ഓരോ ചെറിയ വിത്തുകൾ നൽകി. അധ്യാപകൻ പറഞ്ഞു, കുട്ടികളെ, ഇതൊരു പരീക്ഷണമാണ്. നിങ്ങൾ എല്ലാവരും ഈ വിത്ത് വീട്ടിൽ കൊണ്ടുപോയി നട്ടു വളർത്തണം. 6 മാസത്തിന് ശേഷം നിങ്ങൾ കൊണ്ടുവരുന്ന ചെടികൾ നോക്കി ഞാനൊരു സമ്മാനം നൽകും. എല്ലാ കുട്ടികളും ആഹ്ലാദത്തോടെ വിത്ത് കൊണ്ടുപോയി. പക്ഷേ കിരൺ വീട്ടിൽ ചെന്നപ്പോൾ അവനൊരു സംശയം. എനിക്ക് സാധിക്കുമോ? എനിക്ക് ചെടി വളർത്താനാകുമോ? എങ്കിലും അമ്മ പറഞ്ഞു, മകനെ, ശ്രമിക്കാതെ ഒന്നും വളരില്ല. നീ പരിശ്രമിച്ചു നോക്കൂ. കിരൺ വിത്തൊരു ചെറിയ കുടത്തിൽ നട്ടു. എല്ലാ ദിവസവും വെള്ളം കൊടുത്തു. സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് വെച്ചു. പക്ഷേ ദിവസങ്ങൾ കടന്നിട്ടും ഒന്നും മുളച്ചില്ല. കിരൺ വിഷമിച്ചു. എന്റെ കുടം ശൂന്യമാണ്. ഞാൻ ഇതെങ്ങനെ അധ്യാപകന്റെ അടുത്ത് കൊണ്ടുപോകും? എന്നാൽ അമ്മ പറഞ്ഞു, കിരൺ, നീ തെറ്റൊന്നും ചെയ്തിട്ടില്ല. നീ സത്യസന്ധമായി പരിശ്രമിച്ചു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. 6 മാസം കഴിഞ്ഞപ്പോൾ എല്ലാവരും അവരുടെ ചെടികൾ സ്കൂളിൽ കൊണ്ടുവന്നു. ചിലർക്ക് പൂക്കൾ, ചിലർക്ക് വലിയ വൃക്ഷത്തിന്റെ തുടക്കം പോലെ. കിരണിന്റെ കയ്യിൽ മാത്രം ഒരു ശൂന്യമായ കുടം. അധ്യാപകൻ എല്ലാവരെയും നോക്കി. ഒടുവിൽ സമ്മാനം പ്രഖ്യാപിച്ചു. ഇന്നത്തെ സമ്മാനം കിരണിനാണ്. എല്ലാവരും ആശ്ചര്യപ്പെട്ടു. എന്താണിത്? അവന്റെ കുടം ശൂന്യമാണ്. അധ്യാപകൻ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് തന്ന വിത്തുകളെല്ലാം വാറ്റി പൊള്ളിച്ചതാണ്. അതിൽ നിന്നൊന്നും വളരാൻ പറ്റില്ല. എന്നാൽ നിങ്ങൾ മറ്റൊരു വിത്ത് നടുകയും അതിനെ വളർത്തുകയും ചെയ്തു. പക്ഷേ കിരൺ, അവൻ സത്യസന്ധമായി തന്റെ കുടം കൊണ്ടുവന്നു. സത്യം പറയാൻ ധൈര്യം കാണിച്ചു. അവൻ മാത്രമാണ് യഥാർത്ഥ വിജയി. കിരണിന്റെ കണ്ണുകൾ തിളങ്ങി. അവൻ തിരിച്ചറിഞ്ഞു, സത്യവും പരിശ്രമവും ഒരിക്കലും തോറ്റുപോകില്ല. പ്രിയ കൂട്ടുകാരെ, ഈ കഥയുടെ സന്ദേശം എന്ന് പറയുന്നത്, കള്ളം പറഞ്ഞാലോ ചതി ചെയ്താലോ താൽക്കാലിക വിജയം കിട്ടാം. പക്ഷേ സത്യവും പരിശ്രമവുമാണ് ഒടുവിൽ നമ്മെ വലിയ വിജയത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഗുഡ് നൈറ്റ്.